ഇപ്പോൾ ഡിജോ കാപ്പൻ ചേരുന്നു. ശ്രീ ഡിജോ കാപ്പൻ, ഈ GPS നടപ്പാക്കുന്നതിൽ വലിയ അലംഭാവമാണ് നടക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ചെറിയ സാങ്കേതിക നടപടി മാത്രമാണ് അതിന് അനുമതി നൽകാൻ ആവശ്യമായിട്ടുള്ളത്. പക്ഷെ അതുപോലും വൈകിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അതെ, നമ്മുടെ ഇവിടെ ഇപ്പം ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ അപകടമുണ്ടാക്കിയ വണ്ടി കഴിഞ്ഞ വർഷം അതിന്റെ CF എടുത്തതാണ്. ആ CF ടെസ്റ്റിന് വരുമ്പം നമുക്കറിയാം, ഈ നേരത്തെ 2018 മുമ്പുള്ള വണ്ടികള് ആണെങ്കിൽ അതിന്റെ സ്പീഡ് ബ്രേക്കർ പിടിപ്പിക്കേണ്ടി വരും. ഇപ്പൊ ഇലക്ട്രോണിക് വണ്ടികളാണ്, അത് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഗ്രൂപ്പ് ഇവിടെയുണ്ട്. പക്ഷെ ആ റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ നോക്കി അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ഞാൻ കോട്ടയം ജില്ലയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. കോട്ടയത്തെ എൻഫോഴ്സ്മെന്റിന്റെ തെള്ളകത്താണ്. ആ തെള്ളകത്ത് ഇരുന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ വണ്ടി എത്ര പ്രാവശ്യം 60 കിലോമീറ്ററിന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ 6 മാസക്കാലം. അതായത് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചാലും ഇക്കാര്യങ്ങൾ GPS വഴി അറിയാൻ സാധിക്കും. അറിയാൻ പറ്റും എത്ര പ്രാവശ്യം ഏതെല്ലാം ഇത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ 250-60 ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് അവർ റോഡിൽ ഇറങ്ങുന്നില്ല. അവർ അഥവാ റോഡിൽ ഇറങ്ങിയാൽ ആളുകളെ പിടിച്ചു പറിക്കുക അല്ലെ വഴിത്തിരിവ് നടത്തുക എന്നല്ലാതെ ഇതിനകത്ത് ഈ GPS വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും വാഹനങ്ങൾ ഇടതുവശത്തൂടെ, നമ്മുടെ ഇവിടെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. ആരെങ്കിലും അതുപോലെ തന്നെ ഓവർ സ്പീഡ് എടുത്തിട്ടുണ്ടോ, അവന്റെ കെയർലെസ് ഡ്രൈവിംഗ് കൊണ്ടാണോ ഇന്നവരുടെ ഒരു അപകടം ഉണ്ടായത്, ഇതൊക്കെ നോക്കിയിട്ട് അവരെ വിളിക്കുകയും അവന്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യിപ്പിക്കണം. ഇത് റോഡിൽ ഇറങ്ങി നിന്ന ഇപ്പൊ ഞാൻ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ഞാൻ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്. നമുക്ക് ചിലപ്പം നമ്മളെതിരെ വരുന്ന ഒരു സിഗ്നൽ ഇട്ട് തരും. എന്താന്ന് വെച്ചാൽ അവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വളരെ വിജിലന്റ് ആണ്. ഇപ്പം ഒരു പോലീസുകാരനോ ഒരു കാക്കിയിട്ട് ആണെങ്കിൽ അവർക്ക് പ്രത്യേക അധികാരം പോലും, പക്ഷേ അവനെ നമ്മൾ ആ കാക്കിയുടെ ബഹുമാനത്തിൽ നിൽക്കും, നമ്മൾ ഭരിക്കും. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കേരളത്തിലെ ഈ ശബരിമല സമയത്ത് 2010 ഈ സേഫ് സോൺ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങി. ആ പദ്ധതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെനാൽറ്റി പിടിക്കുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ജോലി. അവരെല്ലാവരും അവിടെ നിന്ന് ഈ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്ന അയ്യപ്പന്മാരാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ കഞ്ചാപ്പി റെഡിയാണ്, നിങ്ങളൊന്ന് കുടിക്കണം. എന്നിട്ട് ശബരിമലയിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്നൊരു എഡ്യൂക്കേഷൻ കൊടുത്തു വിടുകയാണ്. അപ്പം അവരുടെ ഒരു ഉറക്കച്ചടവുണ്ടെങ്കിൽ ആ ഉറക്കച്ചടവ് മാറും. പിന്നെ ഇനി ഇവിടം കഴിഞ്ഞാൽ എരുമേലി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണവാന ഹെയർപിൻ വളവുകളുണ്ട്, അതുകൊണ്ട് സെക്കൻഡില് തേർഡില് കയറി പോകാവുള്ളൂ. ഈ നിർദ്ദേശങ്ങൾ അത് ലിറ്ററേച്ചറായിട്ടും തമിഴിലും കന്നഡയിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് പിന്നെ അത് സേഫ് കേരള ആയിട്ട് വന്നത്. സേഫ് കേരള ആയിട്ട് വന്നപ്പോഴത്തേനും ഒത്തിരി പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരും റോഡിൽ ഇറങ്ങുന്നില്ല. ഇവര് തമ്മിലൊരു ചെറിയ തർക്കവുമുണ്ട്. അതും കൂടി ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന കാര്യം പറയാം. അതായത് നമ്മുടെ ഇവിടെ ഈ RTO അല്ലെങ്കിൽ ജോയിന്റ് RTO മുതൽ മുകളിലോട്ടുള്ളവര് ഒരു സ്റ്റാറും ഈ അച്ചോടവും കൂടി അവരുടെ ബാഡ്ജായിട്ട് വരുന്നത്. അപ്പൊ പോലീസ് അസോസിയേഷൻ പറഞ്ഞു അത് പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്, അത് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി യൂണിഫോം ഇട്ട് റോഡിൽ ഇറങ്ങാതെയായി. ഇവർക്ക് ധരിക്കാവുന്ന ആനയുടെ എംബ്ലം ഉണ്ടാക്കി കൊടുക്കേണ്ട സർക്കാരാ, അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് ഇവരാരും റോഡിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതും ഈ തരുണത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ശീത സമരത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.